തെറ്റു ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു ഉദ്ധരണിയുണ്ട്. പക്ഷേ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് അത് ചേർന്നതാണോ? തെറ്റു തെളിയും വരെ കല്ലെറിയരുത് എന്നാക്കണം അത്. കഴിഞ്ഞ ദിവസമാണ് ദീപക് എന്ന ഒരു ചെറുപ്പക്കാരൻ ജീവനൊടുക്കിയത്. ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സമൂഹ മാധ്യമത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ അതിൽ മനം നൊന്ത് ആ യുവാവ് ജീവനെടുക്കുകയായിരുന്നു. എന്തായാലും ഈ ദീപകിന്റെ മരണത്തിൽ ഈ പ്രതി ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. കൂടുതൽ തെളിവുകളും മൊഴികളും ഒക്കെ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ദീപകിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത. യുവതിയുടെ മൊഴി സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഷിംജിത ആദ്യം മുതൽ ഉയർത്തുന്ന വാദങ്ങളൊക്കെ പൊളിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഷിംജിത പകർത്തിയ വീഡിയോയിൽ ഈ ദീപക് അപമര്യാദയായി പെരുമാറുന്ന ഒരു ദൃശ്യങ്ങളുമില്ല. ബസ്സിലെ CCTV ദൃശ്യങ്ങളിലും അങ്ങനെയില്ല. ബസ്സിലെ മറ്റുള്ളവർക്കും പരാതിയില്ല. ഒപ്പം ഷിംജിത ഈ ബസ്സിലെ ജീവനക്കാരോട് പരാതി പറയുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ബസ്സിലെ ജീവനക്കാർ നൽകിയ മൊഴി പ്രകാരം അങ്ങനെ ഒരു പരാതി ഷിംജിതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ ചെയ്തത്? വെറുമൊരു റീച്ചിന് വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യവും വിമർശനവും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? എന്തൊക്കെ തെളിവുകളാണ് ഷിംജിതയ്ക്കെതിരെ ശേഖരിക്കുക? ഈ വീഡിയോ ചിത്രീകരിച്ച ഫോൺ കിട്ടിയിട്ടുണ്ടോ? എന്തൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിരിക്കും അന്വേഷണ സംഘം ഈ ഷിംജിതയിൽ നിന്നും തേടുക? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ലൈംഗിക അതിക്രമം നടത്തിയെന്ന പേരിൽ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ കോഴിക്കോട്ട് ദീപക് എന്ന യുവാവിൻ്റെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ പ്രതിയായ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. നിലവിൽ ഇന്നലെ തന്നെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ ഷിംജിതയെ റിമാൻഡ് ചെയ്തിരുന്നു. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയത്. എന്തായാലും ഇനി ആ മുൻകൂർ ജാമ്യാപേക്ഷ സാഹചര്യം നിലനിൽക്കില്ല. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ ഇനി കസ്റ്റഡിയിൽ വാങ്ങി റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. പ്രധാനമായും ഷിംജിതയെ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകളും ഒപ്പം തന്നെ മൊഴികളും ശേഖരിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. പ്രധാനമായും നേരത്തെ ബസ്സിലുണ്ടായിരുന്ന ആളുകളും ജീവനക്കാരും നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിലൊരു പരാതി ഷിംജിത ഇക്കാര്യത്തിൽ ആ സംഭവം നടന്ന സമയത്തൊന്നും തന്നെ ഉന്നയിച്ചിട്ടുമില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് പ്രാഥമിക ഘട്ടത്തിൽ ചില മൊഴികളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഷിംജിത ഈ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകളും അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഈ വീഡിയോയിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെന്നുള്ള ഘട്ടത്തിൽ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. പ്രധാനമായും ആ സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ഷിംജിതയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ഷിംജിതയുടെ ഫോൺ വാങ്ങി പോലീസ് പരിശോധിച്ചിരുന്നു. ആ ഫോൺ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇത് കൂടുതൽ സൈബർ ഫോറൻസിക് സംഘമടക്കമുള്ള ഈ സംഘത്തിന് കൈമാറി കൂടുതൽ പരിശോധനകൾ നടത്താനൊരുങ്ങിയാണ് അന്വേഷണ സംഘം നിലവിൽ ഒരുങ്ങുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഷിംജിതയും ജാമ്യ അപേക്ഷയുമായി മുന്നോട്ട് പോകുകയാണ്. നാളെയോടുകൂടി തന്നെ ഈ കോടതിയിൽ ഹാജരാക്കും. 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഷിംജിത ജാമ്യഹർജിയുമായി നീങ്ങുക. അവിടെ ജാമ്യഹർജി തള്ളിക്കഴിഞ്ഞാൽ പ്രധാനമായും ജില്ലാ കോടതിയിലേക്ക് പോകാനുള്ള നടപടികളും ഷിംജിതയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനിടയിൽ തന്നെയാണ് അന്വേഷണ സംഘവും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ഷിംജിതയെ ചോദ്യം ചെയ്യാനായി നീക്കം നടക്കുന്നത്. എന്തായാലും ഷിംജിത പറഞ്ഞ കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് അത് സാധൂകരിക്കുന്ന ഒരു തെളിവുകളും ഒരു മൊഴികളും തന്നെ ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഷിംജിത പറഞ്ഞിരിക്കുന്ന വ്യാജപ്രചാരണം തന്നെയാണെന്നുള്ളൊരു നിലവിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. എന്നിരുന്നാലും തുടക്കത്തിൽ പോലീസ് അവരോട് കാണിച്ച ഒരു സഹകരണ മനോഭാവം അതാണ് ഇവിടെ ചോദ്യം ഉയർത്തുന്നത്. പ്രധാനമായും അറസ്റ്റിലടക്കം നീണ്ടുനിന്ന നാടകീയത അത് ആര് സംരക്ഷിക്കാനാണെന്നുള്ള കാര്യത്തിലേക്കും പോലീസിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. എന്തായാലും ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ ജാമ്യഹർജിയുമായി ഷിംജിത നീങ്ങും. ആ ജാമ്യഹർജി തള്ളിയാൽ ജില്ലാ കോടതിയിലേക്ക് പോകാനുമാണ് പ്രതിയായ ഷിംജിതയുടെ നീക്കം. അശ്വതി, ശ്യാം, വിവരങ്ങൾ വ്യക്തമാണ്. ഒരു ഫോണും ഒരു ഇന്റർനെറ്റും ഉള്ള ഫോണും ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ ഇവിടെ ആരെയും ആൾക്കൂട്ട വിചാരണ നടത്താമെന്ന് ചില ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ഇവിടെ കോടതിയുണ്ട്, പോലീസുണ്ട്. അങ്ങനെ ഒരു അതിക്രമം നേരിട്ടാൽ ആദ്യം കൃത്യമായ പരാതി ബോധിപ്പിക്കേണ്ടതാണ് ബോധിപ്പിക്കേണ്ടത്. എന്തായാലും റീച്ച് കൂട്ടാനുള്ളൊരു ശ്രമമാണ് ഈ ഷിംജിത മുസ്ലിം ലീഗ് പ്രവർത്തകർ നടത്തിയെങ്കിൽ ഒരു യുവാവിൻ്റെ ജീവനാണ് ബലി കൊടുക്കേണ്ടി വന്നത്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.